ഇഹലോകത്തിന് ഭാരമായ ഹിരണ്യകശിപുവിനെ വധിക്കുവാൻ വിശംബരനാകുന്ന വിഷ്ണു ഭഗവാൻ നരസിംഹരൂപം ധരിച്ചു. ത്രിസന്ധിക്ക് ഉമ്മറപ്പടിയിൽ ഹിരണ്യന്റെ കുടൽ പിളർത്തി രുദ്രപാനം ചെയ്ത് സംഹാരമൂർത്തിയാകുന്ന ശ്രീനാരായണന്റെ മുന്നിൽ ദേവദുന്ദുബികൾ മുഴക്കി ദേവഗണങ്ങൾ ആനന്ദ നൃത്തമാടി. എന്നാൽ അഗ്നിദേവന് മാത്രം ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഹിരണ്യവധം ഒരു നിസ്സാര കാര്യമാണെന്നും ആർക്കും ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞ് മഹാവിഷ്ണുവിനെ വിമർശിച്ചു. ഇതിൽ കുപിതനായ വിഷ്ണു ഭഗവാൻ പാവകന്റെ അഹങ്കാരം മാറ്റുവാൻ തീരുമാനിച്ചു. മാനമുട്ടയുയർന്ന ഹോമകുണ്ഡത്തിൽ എടുത്തുചാടി അഹങ്കാരിയായ അഗ്നിദേവനെ കണക്കില്ലാതെ മർദ്ദിച്ചു. ഒടുവിൽ കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തെ വെറും ചാരമാക്കി മാറ്റി ലോകാധിനാഥനായ ജഗന്നാഥൻ എന്ന് ഐതിഹ്യം പറയുന്നു. ഭഗവാന്റെ ഈ സ്വരൂപമാണ് ഒറ്റക്കോലമായി കെട്ടിയാടുന്നത്. ചതകുടതന്റെ വരനേപതയാം നേരും സ്ഥലവും മഴകടകോ ഒട്ടപ്പുറമൂർത്തി കരഞ്ഞ സ്ഥലം വരികവേ ശേഷം ഭൂമി പരമസുഖരസാൽപ്പിച്ചു പോലമേ ചിന്തിച്ചിടുക സന്തതം മരുതരെ ശാന്തി ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ആചാര അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. ചില ഭാഗങ്ങളിൽ തിറ എന്നും അറിയപ്പെടുന്നു. പ്രാചീനകാലത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് തെയ്യം. സമൂഹത്തിലെ ഐക്യത ദൃഢീകരിക്കുവാനും വ്യക്തിവികാരങ്ങളുടെ സ്ഥാനത്ത് സാമൂഹിക വികാരങ്ങൾ പ്രതിഷ്ഠിക്കുവാനും ഈ അനുഷ്ഠാന കലയ്ക്ക് കഴിഞ്ഞു. ദൈവം എന്നതിൻ്റെ വാമൊഴിയാണ് തെയ്യമെന്ന് അറിയപ്പെട്ടത്.
സങ്കീർണവും മനോഹരമായ മുഖമെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ച് രക്തവർണ്ണാങ്കിതമായ അടയാളങ്ങളും മേളത്തോടെ വാദ്യ അകമ്പടിയോടെ ലാസ്യ താണ്ഡവ നൃത്തരൂപമാണ് തെയ്യം. തെയ്യത്തെ തോറ്റിച്ച് പാടുന്ന പാട്ടാണ് തോറ്റംപാട്ട്. ക്ഷേത്രം, വിഗ്രഹം, വിളക്ക് എന്നിവയിൽ ദൈവത്തെ ഒതുക്കി നിർത്താതെ ദൈവങ്ങൾ തങ്ങളുടേതായ ദൃഷ്ടികോണിൽ രൂപവും ഭാവവും നൽകി അതിന് അനുയോജ്യമായ അനുഷ്ഠാന പിൻബലം നൽകി ഇങ്ങനെയൊരു ഉപാസനാ രീതിയെ മാനവരാശിക്ക് നൽകിയ നമ്മുടെ പൂർവീകരുടെ ആവിഷ്കാര ആസ്വാദന ബോധത്തെ അത്ഭുതത്തോടെയും അസൂയയോടെയും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മഞ്ജുളമായ മുഖശ്രീയോടെ വർണ്ണമനോഹരമാം മെയ്യലങ്കാരത്തോടെ മൂർധാവിൽ മുടിയടിഞ്ഞ് തെയ്യക്കോലങ്ങൾ ആടുമ്പോൾ ഇത്ര മനോഹരമായിരുന്നുവോ നമ്മുടെ ദേവീ ദേവന്മാർ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ആദ്യമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് വന്ന ഒരു തീച്ചാമുണ്ടി എന്നൊരു കലാരൂപം നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. വളരെ അതിശയകരമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. വളരെ ഞങ്ങളെല്ലാവരും ഈ നാട്ടുകാർക്കെല്ലാം വളരെ അതിശയമായിരുന്നു. ആ രീതിയിലുള്ളൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നല്ല പരിപാടിയായിരുന്നു. നമ്മുടെ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. നല്ല രീതിയിലെല്ലാം ഇത്രയും പേര് നമ്മുടെ ഈ പരിപാടിയിൽ ഒത്തുകൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ല. എന്തായാലും 10,000 പേര് കൂടുതൽ ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നു. നല്ല ഗംഭീര പരിപാടിയായിരുന്നു. നല്ല പരിപാടിയാണ്. ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച കൂടുതൽ ആളുകൾ പങ്കെടുക്കും. പറയിക്കാതെ വാഴുവാനും മഹാഭാഗ്യത്തിന്